ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ഡൽഹിയിൽ യമുനാ നദിയിലെ ജലനിരപ്പ് 206 മീറ്ററിന് മുകളിൽ ഉയർന്നതോടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതേ തുടർന്ന് ഗുരുഗ്രാം, നോയിഡ, ഗസിയാബാദ് എന്നിവിടങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ പ്രളയം ബാധിച്ചിട്ടുള്ള ആളുകളെ മാറ്റിയിട്ടുള്ള ക്യാമ്പിന് മുമ്പിലാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബൽറാം, എന്താണ് സാഹചര്യം? കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ട് ഓരോരോ മണിക്കൂറുകളിലായി. എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ജനങ്ങളെ ഇത് ബാധിച്ചിരിക്കുന്നത് ബൽറാം? റിജിത്ത്, സ്മിത, പ്രളയം ഡൽഹിയെയും അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ ഡൽഹിയിൽ യമുനാ നദിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയ്ക്ക് മുകളിലാണ്. ഡൽഹിയിലെ ലോഹാപുൽ അടച്ചിരിക്കുന്നു ഗതാഗതത്തിനായി. കൂടാതെ യമുനാ തടത്തിലെ വീടുകളിലും കൃഷിയിടങ്ങളിലും പൂർണ്ണമായും വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് മുതൽ. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പേരെയാണ് ഈ പ്രളയബാധിത മേഖലകളിൽ നിന്നും ഒഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്തരത്തിൽ പ്രളയബാധിത മേഖലയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ച ഒരു ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മയൂർ വിഹാറിലെ ക്യാമ്പാണ്. നിരവധി പേർ അവരുടെ മുഴുവൻ വസ്തുക്കളും സാമഗ്രികളും എല്ലാമായി, വീട്ടുപകരണങ്ങളും എല്ലാമായി ഈ ക്യാമ്പിലേക്ക് മാറിയിരിക്കുകയാണ്. അവർ രാവിലെ ഭക്ഷണം പാകം ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ ഈ റോഡ് സൈഡിൽ ഒരുക്കിയ ക്യാമ്പിൽ തന്നെയാണ്. നിരവധി ടെൻറ്റുകൾ നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിലൊരു പ്രളയ സാഹചര്യം മുൻനിർത്തി കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ തയ്യാറാക്കിയിരുന്നു. ഒരാഴ്ചയായി ഡൽഹിയിൽ ഇത്തരത്തിൽ യമുനാ നദിയിലെ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് പോകും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. അബ് കഹാ രഹനെ വാലെ ഹോ? यही रह रहे, नीचे से आए हैं। पानी भर गया? हाँ, पानी भर गया नीचे की साइड में। खेत सबको दिक्कत हो? भर गया। क्या क्या खेत था? हाँ, भिंडी यही तोरी ओरी थी, सब डूब गया। सब खराब हो गया। कितना लोग है आपका? हम हैं 4-5 परिवार रहते हैं, फैमिली है पूरे। उधर आसपास में कितना लोग रहते हैं? यहाँ तो 30-35 लोग रहते थे। कब आया था इधर? इधर रात को आया। अभी भी भर रहे पानी? हाँ, अभी पानी भर रहा है, बढ़ रहा है पानी। റിജിത്, സ്മിത, ഇത്തരത്തിൽ വെള്ളം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് യമുനാ നദിയിൽ. അതുകൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങൾ ആ മേഖലയിൽ താമസിക്കുന്നതാകട്ടെ സാധാരണക്കാരായ കർഷകരാണ്. ഈ യമുനാ തടത്തിലെ കൃഷി കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ജലനിരപ്പ് ഉയരാറുണ്ട് എങ്കിൽ പോലും അവർക്ക് പോകാൻ മറ്റിടങ്ങളിലേക്ക് അവരെ മാറ്റി താമസിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതിനെ കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആളുകളാണ് നിരവധി പേർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിദാരുണമായ കാഴ്ചകളാണ്. അവരുടെ മുഴുവൻ സമ്പാദ്യവും കുഞ്ഞു കുട്ടികളെയും മറ്റും മായി ഇത്തരം ക്യാമ്പുകളിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ ആദ്യഘട്ടത്തിൽ നദീ തടത്തോട് ചേർന്ന സ്ഥലങ്ങളിലുള്ള ആളുകളെയാണ് ഈ പ്രളയം ബാധിച്ചത് എങ്കിൽ ഇപ്പോൾ കുറേ കൂടി ഉള്ളിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹരിയാനയിലെ അഗ്നികുണ്ട് അണക്കെട്ടിലെ വെള്ളം തുറന്നുവിട്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. യമുനാ നദിയിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വലിയ ജാഗ്രത തന്നെ പുലർത്തുന്നു. ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത് എങ്കിൽ പോലും ഇവരുടെ കൃഷി അടക്കമുള്ള ഉപാധികൾ പൂർണ്ണമായും നശിച്ചുപോയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എത്ര ദിവസം ഇവിടെ കഴിയേണ്ടി വരും എന്നത് സംബന്ധിച്ച് ഇവർക്ക് വ്യക്തതയില്ല. അത്തരത്തിലൊരു സാഹചര്യവും നിലനിൽക്കുന്നു. എന്തായാലും ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെ ഒരുക്കുമെന്ന ഉറപ്പാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ജലനിരപ്പ് ഉയരുന്നതും മഴ ശക്തമായി തന്നെ തുടരുന്നതും വലിയ തോതിലുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ, രാജ്യത്തെ മുഴുവൻ കണക്കുകളും സംബന്ധിച്ചും ഈ ഓഗസ്റ്റ് മാസം എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ രാജ്യത്ത് ലഭിച്ച ഒരു ആഗസ്റ്റ് മാസമാണ്. 1921 ലഭിച്ചായിരുന്നു ഇതിനു മുൻപ് ഇത്രത്തോളം ശക്തമായ മഴ രാജ്യത്ത് ലഭിച്ചത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ സമാനമായി രാജ്യവ്യാപകമായി ലഭിച്ച മഴ, അതും നേരത്തെ കണക്ക് കൂട്ടിയ അളവിനേക്കാൾ ഏറെ കൂടുതൽ മഴ ഈ സീസണിൽ ലഭിച്ചു എന്നാണ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമായ സാഹചര്യം തുടരുന്നു. പഞ്ചാബിൽ 23 ജില്ലകളെയാണ് പ്രളയം ബാധിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേരെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം പഞ്ചാബ്
പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നു. 29ഓളം മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജമ്മു കശ്മീരിലും സമാനമായ സാഹചര്യം തുടരുന്നു. ഇന്നും അതുപോലെ തന്നെ നിരവധി സംസ്ഥാനങ്ങളിൽ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ആശങ്കയുണർത്തുന്ന കാര്യം. സ്മിത, റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. ഡൽഹിയിലെ സാഹചര്യം, അവിടെ നിരവധി പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ക്യാമ്പിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.